ചങ്ങൈമാരെ എല്ലാവർക്കും സുഖല്ലേ? ഇതേ പോക്കാണെങ്കിൽ നമ്മൾ വിശകലയില്ലേ, വിശകലമാണം അന്നം കിട്ടാതെ അന്തരിക്കും എന്ന് പറഞ്ഞാൽ അന്തരിച്ചിരിക്കും. എന്തൊരു സ്ത്രീയാണത്! ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ഒന്നും വിളിക്കാൻ കഴിയില്ല. എന്തൊരു സാധനമാണത്! ആ സാധനം ഉണ്ടല്ലോ, നമ്മളെ പാളയം ഇമാമിനും പാളയം പള്ളിനും വിട്ടു പോകുന്നേ ഇല്ല. ആ സാധനം ഇന്നുണ്ടല്ല, ഇന്നും പാളയം ഇമാമിനും പാളയം പള്ളിനെ പറ്റി ഇന്നും ഒരു പോസ്റ്റ് ഇട്ട്. പക്ഷെ ഇന്നെന്താ സംഭവിച്ചെന്നറിയാം? വിശകലിട്ട പോസ്റ്റ് ഉണ്ടല്ല, ഒരു ക്രൈസ്തവ യുവതി വന്നിട്ട് നല്ല അടിപൊളി മറുപടിയും കൊടുത്ത്. ക്രൈസ്തവ യുവതി മാത്രമല്ല, ഒരു പട്ടാളക്കാരനും പട്ടാളക്കാരന്റെ ഭാര്യ ഉണ്ടല്ല, പാളയം പള്ളിയെ കുറിച്ചും നമ്മളെ കേരളത്തിലെ സഹോദരി ഇല്ലേ അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. നമുക്കെന്തായാലും ആദ്യം തന്നെ വിശകല കുരുപൊട്ടിക്കൊണ്ടിട്ട് ആ പോസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നല്ലോ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10 പാരഗ്രാഫ് എങ്ങാനുണ്ട്. ഒരു പണിയില്ല ഈ സാധനത്തിന്. ഇരുന്നങ്ങ് വർഗീയത എഴുതല്ലേ വേണ്ടു. ഞാനെന്നല്ല 10 പാരഗ്രാഫ് പോസ്റ്റ് ഉണ്ടല്ല, ഏറ്റവും കൂടുതൽ വർഗീയത മൊത്തത്തിലുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ വർഗീയതയുള്ള ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. അപ്പൊ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. കാരണം വിശകലനെയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. വാ. കേരളത്തിൽ മതേതര പട്ടം കിട്ടാൻ എന്ത് എളുപ്പം, അതിനായി നോബൽ സമ്മാനവും ചിലപ്പോൾ കിട്ടിയേക്കും. പള്ളിക്ക് മുന്നിൽ മെയിൻ റോഡ് പൊങ്കാലിടാൻ അനുവദിക്കുക, അവർക്ക് വിശ്രമിക്കാൻ ഇത്തിരി സൗകര്യം കൊടുക്കുക. അങ്ങനെ മതേതരനാകൂ, വൈറലാകൂ. വർഗീയത ആശയങ്ങളുമായും അവകാശങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ടതാണ്. അവിടെ കടുംപിടുത്തം കാണിക്കുന്നവർ എന്ത് വേഷം കെട്ടെടുത്താലും മതേതരനാവില്ല. വന്ദേമാതരം ചൊല്ലുമോ? തിരുപ്രംകുണ്ടത്ത് കാർത്തിക ദീപം കൊളുത്താമോ? മുനമ്പം വകഭൂമിയാണോ? എല്ലാവർക്കും ബാധകമായ ഒരു നിയമം കൊണ്ടുവരുമോ? സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും കേരളത്തിലെ കാലാവസ്ഥയും പരിഗണിച്ച് സ്കൂളിലെ മോർണിംഗ് ഷിഫ്റ്റ് നടത്താമോ? CA തെറ്റാമോ? അയോധ്യ രാമക്ഷേത്രം അംഗീകരിക്കുമോ? അഖിലഹാദ്യ അഭിപ്രായം എന്ത്? നിമിഷാവാദ്യന്മാർ സിറിയലെത്തിയെങ്ങനെ? അന്യമതത്തെ നിന്ദിക്കുന്ന മതപ്രചാരണം വേണമോ? ഇങ്ങനെ 1000 ചോദ്യം ഈ വേഷം കെട്ടുകാട് ചോദിച്ചു നോക്കുക. മുഖം മുടി അഴിഞ്ഞു വീഴുന്നത് കാണാം. മുട്ടുമ്പോൾ കക്കൂസ് കൊടുക്കുന്നതും ചാലിന് മുന്നിൽ ചായ കൊടുക്കുന്നതുമല്ല മാപ്രകളെ മതേതരത്വം. നബിദിനത്തിന് ഓടി വന്നതും മാലയിടുന്നതും അമ്പലത്തിൽ വാങ്ങി വിളിക്കുന്നതും നോമ്പ് തുറക്കുന്നതുമല്ല ചാനലുകളിലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വൈറൽ പനികുതിച്ച് തന്നെയാണ്. വാങ്ങി വിളിക്കാൻ മുസ്ലിങ്ങൾക്ക് സ്ഥലപരിമിതിയില്ല. മുസ്ലിങ്ങൾ പോലും ഒരിത്തിരി പൈസ ഉണ്ടെങ്കിൽ വീടുകളിലല്ല നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. ആളുകളെ ക്ഷണിച്ച് ഓഡിറ്റോറിയങ്ങളിലോ പ്രത്യേക പന്തലിലോ ഒക്കെ അവർ നോമ്പുതുറ നടത്തുന്നു. അപ്പോഴാണ് മതേതര വേഷം കെട്ടുകാർ ഇവരെ അമ്പലത്തിനകത്ത് വലിച്ചു കൊണ്ടുപോകുന്നത്. വൈറൽ പനിക്ക് മരുന്നില്ല, സാവകാശം മാറും, ക്ഷമയോടെ കാത്തിരിക്കാം. അതുവരെ ഈ വിറയിലും തള്ളിലും ഒക്കെ കാണുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യും? എന്റെ മോനെ, ഈ സംഭവം വായിച്ചിട്ട് തന്നെ എന്റെ തല ഇങ്ങനെ കറങ്ങുന്നു. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ, ഇത്രയും വർഗീയത ആലോചിച്ചിട്ട് ഒരു 10 പാരഗ്രാഫ് എഴുതുമ്പോൾ ഇതിനുള്ള അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് ഈ സാധനത്തിനും ഒന്നും പറ്റുന്നില്ല ദൈവമേ. നമുക്ക് ഈ വിശകലം എഴുതിയ 10 പേജ് പാരഗ്രാഫിനുണ്ടല്ല, ഒരു ക്രൈസ്തവ യുവതി അടിപൊളി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് വന്നാലോ? ജീന മറിയെന്നാണ് ആ ചേച്ചീന്റെ പേര്. സള്ളച്ചി, വർഗീയതയും കൊണ്ട് ഇറങ്ങിയല്ലോ. നിങ്ങൾക്ക് വായെടുത്താൽ മുസ്ലിം ക്രിസ്ത്യൻ വിരുദ്ധതല്ലാതെ ഒന്നും പറയില്ലേ പരട്ട സള്ളേ. സംഘികൾ ആറ്റുകാൽ പൊങ്കാല മൊത്തത്തിൽ കുളമാക്കി. എന്നിട്ടും ഈ തള്ളിന് ഒരു കുറവുമില്ല. ഒരു അമ്പല കമ്മിറ്റി പോലും ഭരിക്കാൻ അറിയാത്തവർ നാട് ഭരിച്ചാൽ എങ്ങനെയിരിക്കുന്ന തിരുവനന്തപുരംകാർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. മുൻ വർഷങ്ങളിൽ പൊങ്കാലയൊക്കെ കുടിവെള്ള ടാങ്കർ ഓടിയിരുന്നത് സൗജന്യമായി. ഇത്തവണ അത് പേയ്മെന്റ് ആക്കി. 2 മഴ പെയ്തത് 3 ദിവസം മുന്നേ. 2 ദിവസം സമയം ഉണ്ടായിട്ടും എന്നിട്ടും നഗരസഭയ്ക്ക് കുറച്ച് ലോഡ് മെറ്റലോ മണലോ ഇറക്കി ചെളിക്കെട്ട് മാറ്റുവാൻ കഴിയുമായിരുന്നു. ചെയ്തില്ല. എന്തുകൊണ്ട്? 3 അമ്പലത്തിന് ചുറ്റും മാലിന്യക്കുമാരും അസഹനീയമായ ദുർഗന്ധവും. ഇത് മാറ്റേണ്ടത് ആരായിരുന്നു? മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? 4 VV രാജേഷ് കഴിവില്ലാത്തവനാണ് എന്ന് തെളിയിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരൻ ഗ്രൂപ്പിന്റെ താല്പര്യമാണ്. നിങ്ങളുടെ തമ്മിലടിക്ക് ഭക്തർ എന്ത് പിഴച്ചു? 5 തിരുവനന്തപുരത്തിനെ ഇൻഡോർ പോലെ ആക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എത്ര വേഗമാണ് വാഗ്ദാനം പാലിച്ചത്. മൂക്ക് പൊത്താതെ ഇപ്പൊ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്റെ ആറ്റുകാലമ്മേ, ഇനി നഗരവാസികൾ എന്തൊക്കെ കാണേണ്ടി വരും? നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ അപമാനമാണ്. സള്ളേന്ന്. ജീന മറിയം ചേച്ചി സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ക്രൈസ്തവയായ നിങ്ങളുണ്ടല്ല, നല്ല മറുപടിയാണ് ആ സാധനത്തിന് കൊടുത്തത്. ഇതിനാണ് കേരള സ്റ്റോറി, യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുക. ഇനി നമുക്കുണ്ടല്ല വിശകലക്ക് ഒരാഴ്ചത്തേക്ക് കുരുവട്ടാൾ ഒരു വകുപ്പുണ്ട്. ആ വകുപ്പിന്റെ വീഡിയോ ഒന്ന് കണ്ടാലോ? ഒരു പട്ടാളക്കാരനും പട്ടാളക്കാരന്റെ ഭാര്യയും നമ്മളെ കേരളത്തെക്കുറിച്ച്, നമ്മളെ കേരളത്തിലെ മത സഹോദര്യത്തെക്കുറിച്ച്, പാളയം പള്ളിയെ കുറിച്ച് പറഞ്ഞ മനോഹരമായ വാക്കുകൾ കേട്ടിട്ട് വന്നാലോ? ഞാൻ ഇന്ത്യൻ ആർമിയിലാണ് സർവീസ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും ഞാൻ ഇതുപോലെ പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, ഒരു യൂണിറ്റി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ആർമിയിലാണ്. എന്താ പൊതുസമൂഹത്തോട് എന്താ പറയാനുള്ളത്? പൊതുസമൂഹത്തോട് ഈ ഒരു ഐക്യം ഇങ്ങനെ പോകണം. കേരളം നല്ലൊരു മാതൃകയാണ്. സത്യം പറഞ്ഞാല് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കേരളം നല്ലൊരു മാതൃകയാണ്. എല്ലാ രീതിയിലും മീൻസ് നമ്മുടെ ഇവിടെ എല്ലാ ജാതിമത ഇതുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എല്ലാ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും. അത് പക്ഷെ മറ്റൊരു സ്റ്റേറ്റുകളും നമ്മൾ കാണുന്നില്ല. നോർത്തിലൊക്കെ പോകുമ്പോൾ
സത്യം പറഞ്ഞാൽ അവർ ജാതി ചോദിച്ച് മാറ്റി നിർത്തുന്ന ഇതുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്, പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്, ക്രിസ്മസ് എല്ലാം ഒരുപോലെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. പുറത്തുപോയിട്ട് ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ചാൻസ് കുറവായിരിക്കും. ഇതാണോ റിയൽ കേരള സ്റ്റോറി എന്ന് ഉറപ്പായിട്ടും ഇതാണ്. നമ്മൾ നോർത്ത് ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, അവർ ചോദിക്കാറുണ്ട്. അവർ ഈ ഫിലിമൊക്കെ കണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഫിലിമൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അത് റിയൽ ഒന്നും അല്ല, അതൊരിക്കലും റിയലല്ല. ഇവിടെ വന്ന് നമ്മളെ ആൾക്കാരൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. അവിടെ ഇരുന്ന് കാണുന്നവർക്ക് സിനിമ കണ്ടിട്ട് എന്താണെന്നൊക്കെ പറയാം. അവർ വിചാരിക്കുന്നത് ഇതാണ് കേരളം. വന്നിട്ടില്ലാത്ത ഒരു നാടിനെ കുറിച്ച് സിനിമ കണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ വന്ന് എന്താണ് കേരളം എന്നാണ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയുള്ളൂ, ഉറപ്പായിട്ട് നമ്മുടെ നാട്ടിൽ വരണം, വന്ന് കണ്ട് മനസ്സിലാക്കിയാൽ അവർക്ക് കറക്റ്റായിട്ട് കേരളം എന്താണെന്നും ഇവിടുത്തെ ആളുകളുടെ സ്നേഹം, പരസ്പരമുള്ള സ്നേഹവും ഐക്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ഒരിക്കലെങ്കിലും അവർ നമ്മുടെ നാട്ടിൽ കാണും. ഈ നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്റ്റാറ്റസൊക്കെ എടുത്ത് വാട്സപ്പിൽ കിടന്ന് അവർക്കൊരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ നടക്കുന്ന ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊരു മാതൃകയാണ്. ഇങ്ങനെ ഒരു നമ്മുടെ അമ്പലത്തിന്റെ ഒരു പള്ളിയായിട്ട് എല്ലാ ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും നമ്മുടെ അമ്പലമാണെങ്കിലും ഈ ഒരു ദിവസമാണെങ്കിലും എല്ലാം ഒരുമിച്ചല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫുഡിന്റെ കാര്യങ്ങളാണെങ്കിലും ബാക്കിയായിട്ട് അതൊക്കെ ഇപ്പം ഈ പറയുന്നത് പുറത്തുള്ളവരത് കണ്ട് മനസ്സിലാക്കണമെന്നാണ് ആഗ്രഹം. ഉറപ്പായിട്ടും സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് വിശ്രമിക്കാനായിട്ട് ഈ വെയിലത്ത് നിന്ന് നമുക്ക് കുറച്ച് ആശ്വാസമായിട്ട് വിശ്രമിക്കാനായിട്ട് ഒരു ഇടം കിട്ടി. പിന്നെ ടൗലറ്റിൽ പോകാനായിട്ട് അതൊരു വലിയ കാര്യമാണ്. ഈ ചൂടത്ത് നമ്മളെത്ര പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഒരു നല്ലൊരു ഏരിയ കഴിക്കാം, ആഹാരം കഴിക്കാൻ കാര്യങ്ങളായിട്ട് അതൊക്കെ വലിയൊരു ആശ്വാസമാണ്. എല്ലായിടത്തും കാണില്ല. നമ്മൾ പൊങ്കാലിടം വരുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലുള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ വെയിലത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കും, കുഞ്ഞുങ്ങളോട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. പക്ഷേ കുഞ്ഞുങ്ങളോട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ പൊങ്കാലിട്ടിട്ട് ഇത്തിരി നേരം നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു വലിയൊരു ഉപകാരമാണ് സത്യം പറഞ്ഞാൽ. എല്ലാ സൗകര്യങ്ങളും ഉറപ്പായിട്ടും. നമ്മളൊക്കെ ദൂരോട്ടാണ് സാധാരണ ഇടാറ്. പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്നത്. വലിയ നമുക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ വന്ന് ഇടാൻ തോന്നും. പക്ഷെ എല്ലാം ഐറ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് നേരം നമുക്ക് വിശ്രമിക്കാനും ബാക്കി കാര്യങ്ങൾക്കുള്ള അതൊരു വലിയ നമ്മുടെ നാട്ടിലെ സത്യം പറഞ്ഞാൽ അങ്ങനെ. ഇതിപ്പം ഈ ചേട്ടൻ പട്ടാളക്കാരനായതുകൊണ്ട് വിശകലം കിട്ടില്ല, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. വേറെ ആരെങ്കിലും ആയിരുന്നു കിട്ടില്ല, വിശകലം അവരെ സുഡാപ്പിയാക്കും, ജിഹാദിയാക്കും, പറ്റുന്നതൊക്കെ ആക്കും. ഇതിപ്പം മൂപ്പറി എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാലല്ല മിലിറ്ററി വന്നിട്ട് നമ്മളെ വിശകലന നേരെ എടുത്തുകൊണ്ട് പോയിട്ട് അകത്തിടും. അതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളെ വിശകലമാടം. ഇനി ഞാൻ നിങ്ങൾക്കുണ്ടല്ല നമ്മളെ വിശകലക്ക് കുരുപൊട്ടുന്നതിനൊപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റ് കൂടി വായിച്ചു തരാം. ഇന്നലെ നമ്മളെ സീക്രട്ട് ഏജന്റ് അല്ലേ യൂട്യൂബർ മൂപ്പറിട്ട ഒരു വീഡിയോക്ക്, അതായത് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നുണ്ടല്ല അതുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ഉണ്ടല്ല, ആ വീഡിയോന്റെ അടിയിൽ ഒരു മനോഹരമായ കമന്റ് വന്നു. ആ കമന്റ് ഇങ്ങനെയാണ്, ഞാൻ വായിച്ചുതരാം. മനോഹരമായ കമന്റ് ആണ്. നാട്ടിലെ കൊടുങ്ങല്ലൂരുകാരനാണ് കേട്ടാ. RSS പ്രവർത്തനായ വൈശാഖ് എന്ന ഞാൻ ബഹ്റൈനിലാണ് ജോലി ചെയ്യുന്നത്. മതം നോക്കി ചിലക്കുന്ന എന്റെ സംഘജന്തുക്കളോട് ഒരു കാര്യം, എനിക്ക് ന്യൂമോണിയ വന്ന് 2 ആഴ്ച ജോലിക്ക് പോകാതെ റൂമിൽ കിടക്കുമ്പോൾ ഈ നോമ്പ് കാലത്ത് നോമ്പെടുത്ത് എനിക്ക് വേണ്ടി 3 നേരം ഭക്ഷണം ഉണ്ടാക്കി തരുന്ന എന്റെ മുസ്ലിം സഹോദരങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അറിഞ്ഞോ അറിയാതെയോ ഞാനും നിങ്ങളെ ഒരുപാട് വെറുത്തിരുന്നു, വിഷം തുപ്പിയിരുന്നു. ഇനി എനിക്ക് മനുഷ്യനായി ജീവിക്കണം. മുസ്ലിം സഹോദരങ്ങളോട് ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. എന്റെ ചികിത്സാ ചെലവിന് സഹായിച്ച KMCC മനാമ മറക്കില്ല മരണം വരെ. അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അധ്യാപകൻ. ഒരു സംഘപരിവാറുകാരൻ മനുഷ്യനായി മാറിയിരിക്കുന്നു. ഇദ്ദേഹം എല്ലാ കാലത്തും ഇനിയുള്ള എല്ലാ കാലത്തും മനുഷ്യനായി തന്നെ തുടരട്ടെ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. അതുകൊണ്ട് വൈശാഖിനെ പോലെ എല്ലാ സംഖ്യകളും മാറുമെന്ന് നമ്മൾ വ്യാമോഹിക്കുന്നു. വ്യാമോഹമാണ് കേട്ടാ, വ്യാമോഹിക്കുന്നു. അപ്പോ ഇതേ പോക്കാണെങ്കിൽ വിശകലമാണം നിങ്ങളുണ്ടല്ലോ ഓവർ ടൈം കുരുപൊട്ടേണ്ട അവസ്ഥയാട്ടാ. നമ്മളെ കേരളത്തിന്റെ മനോഹരമായ കേരള സ്റ്റോറി കണ്ട്, ഒറിജിനൽ കേരള സ്റ്റോറി കണ്ട് ഇനി അങ്ങോട്ട് സ്ഥിരം ഓവർ ടൈം കുരുപൊട്ടുന്ന എന്റെ വിശകലമാണത്തിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.